ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോന് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 6:15 എണീറ്റു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ സോഫയിൽ വന്ന് കിടന്നു കേട്ടോ, ആ ഒരു ഉറക്കം തെളിയാനും വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് നോക്കിയ പുല്ലിലെല്ലാം നല്ല മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മുടെ പാർക്കിൻ്റെ ആ ഒരു ഏരിയ ഒന്നും ക്ലീൻ ചെയ്യാൻ ആരും വരുന്നില്ല കേട്ടോ. മൊത്തം പുല്ലൊക്കെ പൊത്തി. പശുക്കളാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇല്ലേ ഇവിടെ ഏത് സമയത്തും പശുക്കളായിരിക്കും കേട്ടോ. ഇപ്പോൾ അങ്ങനെ പശുക്കളെയൊന്നും കാണാറില്ല. ഇല്ലേ ഏത് സമയത്തും നമ്മുടെ പാർക്കിലും അതുപോലെ ഈ ഒരു ക്യാമ്പിൻ്റെ ഏരിയയിലായിട്ട് ഇഷ്ടം പോലെ പശുക്കളുണ്ടാവും കേട്ടോ. ഇപ്പം എന്തായാലും മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് എല്ലാവിടെയും പുല്ലൊക്കെ തന്നെ ആണല്ലോ. അതുകൊണ്ട് ഇവിടേക്ക് ആ പശുക്കളൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, പയ്യന്മാരൊന്നും ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാനൊന്നും വരുന്നില്ല കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ 2 പയ്യന്മാരൊക്കെ നിന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും വിചാരിച്ച് എന്ത് നടക്കാനല്ലേ, ഇല്ലേ വല്ല മെഷീനൊക്കെ വെച്ച് കട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ എന്താ പറയുക, മഷീൻ വെച്ച് കട്ട് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് പുല്ല് അവച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏട്ടനാണെങ്കിൽ നാട്ടിലത്തെ ഉരുളക്കിഴങ്ങ് മസാലക്കറി കഴിക്കാൻ ഭയങ്കര പൂതിയായിട്ടിരിക്കുവാണേ. നമ്മൾ പല്ലശ്ശേന അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 2-3 കടകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കടയിൽ നമ്മളെപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ പൂരിയും അതുപോലെ മസാലക്കറിയും ഏട്ടന് കഴിക്കാൻ ഭയങ്കര പൂതിയാവുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണ്. എത്ര നന്നാവുന്നൊന്നും അറിയില്ല കേട്ടോ. മസാലക്കറി വെക്കാൻ വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ടാവും കേട്ടോ. ചെറിയ ഉള്ളിയായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഒരു പച്ചമുളക് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കായപ്പൊടി കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്ന് കടുക് വറുത്തിടണം. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരുമോ, അവിടുത്തെ കടിയത്തെ ആ ഒരു ടേസ്റ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം ചായക്കും കൂടി ഉള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ ഇപ്പോൾ 2-3 ചായ രാവിലെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊന്നും ചായ കുടിക്കാൻ പാടില്ല എന്നറിയാം. എന്നാലും ആൾക്ക് ചായ കുടിച്ചാലേ ഒരു ഉന്മേഷം വരുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ എണീക്കുകയല്ലേ. നേരത്തെയൊന്നും നല്ലതായിട്ട് എണീക്കുന്നത് ഒരു 7 മണി 7:15 ആകുമ്പോഴാണ് എണീക്കുന്നത്. അത് മോനെ സ്കൂളിൽ കൊണ്ടുപോയി വിടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ എണീപ്പിക്കുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ എണീപ്പിച്ച് കഴിഞ്ഞാലും ഏട്ടനിപ്പോൾ ഒരു 2 ചായയെങ്കിലും എന്തായാലും വേണം. അടുത്ത് എന്ത് പണി ചെയ്യേണ്ടതെന്ന് കേട്ടോ ഞാൻ ഈ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. മോന് മാത്രം ഒരു 2 ചപ്പാത്തീൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കാരണം ഏട്ടനുള്ളത് ഞാൻ ഏട്ടൻ പോകുന്ന ആ ഒരു സമയത്താണ് ഉണ്ടാക്കി കൊടുക്കുക. അതാകുമ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അവനെ റെഡിയാക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ പോയി നിൽക്കാനൊക്കെ പറ്റും. ഇല്ലേ പിന്നെ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ അടുക്കള പണിയും നടക്കില്ല, അവൻ്റെ റെഡിയാവലും ഒന്നും നടക്കില്ല. അപ്പോൾ അവരെണീക്കുമ്പോഴേക്കും ഞാൻ വേഗം അവന് വേണ്ടിയുള്ള 2 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു ചപ്പാത്തി അവന് രാവിലെ കഴിക്കാൻ കൊടുക്കും. അത് കുറച്ച് അത്യാവശ്യം വലിയ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കും. കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിലേക്ക് അവന് ചെറിയൊരു കുഞ്ഞൊരു ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവൻ സ്കൂളിൽ നിന്ന് ഒന്നും കഴിക്കില്ല. ഇവിടെ വീട്ടിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കും. സ്കൂളിൽ പോയി അവനൊന്നും കഴിക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവന് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുക. കാര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവൻ വേസ്റ്റ് ചെയ്യാനും വേണ്ടി കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. എന്തായാലും അവൻ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു പീസ് പഴം വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ഇപ്പോൾ ഡെയിലി ചെയ്യുന്നത്. 5-6 വർഷം കൊണ്ട് ഞങ്ങളിവിടെ ആശീർവാദിൻ്റെ ആട്ടയാട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ആട്ട കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് വയറ് നല്ലപോലെ ടൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ ഡൈജഷൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഇവിടെ ചക്കിയിൽ ആട്ടിയ ആട്ടയും കിട്ടും, അപ്പോൾ അത് മേടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് മേടിക്കാനുള്ള മെനക്കേട് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ആട്ടയൊക്കെ ഉപയോഗിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറും നല്ലപോലെ ക്ലീനായി കിട്ടുമായിരുന്നു, ഡൈജഷനും നന്നായിട്ട് കറക്റ്റായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാട്ടോ ഇങ്ങനത്തെയൊക്കെ പ്രശ്നം വന്നത്. ആശീർവാദ ആട്ടയ്ക്കകത്തൊക്കെ നല്ലപോലെ മൈദ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മളിവിടെ സൺഫ്ലവർ ഓയിലൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിലും നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഓയിലാട്ടോ. ഇവിടെ എല്ലാവരും കടുകെണ്ണയൊക്കെയാണ് യൂസ് ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. കടുകെണ്ണയാകുമ്പം നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, വലിയ വിലയുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഇവിടെ നിന്ന് കടുകെണ്ണയൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. രാവിലത്തെ അടുക്കള പണീൻ്റെ ഇടയിൽ കൂടെ ഞാൻ മോൻ്റെ കുറേ കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അവൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ബുക്കൊക്കെ എടുത്ത് വെക്കുവാണ്. അവനാണെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിത്രമൊക്കെ വരച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മായ്ച്ച് കളയണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒന്നും വരച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ കട്ടറൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കട്ടറും റബ്ബറും പെൻസിലും ഒക്കെ സ്റ്റോക്കാണ് കേട്ടോ. കാരണം അവൻ
അവൻ ദിവസേന ഓരോ പെൻസിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് ചെത്തി കളിക്കും കേട്ടോ. അങ്ങനെ ചെത്തി എടുക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അവൻ അവിടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് അതാണ് അവൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടി. എന്നിട്ട് പറയും, അമ്മ ഞാൻ പെൻസിൽ ചെറുതാക്കിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. ചില ദിവസം പെൻസിൽ റബ്ബറും ഒന്നും ഉണ്ടാവില്ല. കളേഴ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പകുതി കിട്ടും, പകുതി അവിടെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യം. അപ്പോൾ ദാ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവന് വേണ്ടിയിട്ടുള്ള 2 ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാനുണ്ട് കേട്ടോ. സമയമുള്ള പോലെ കേട്ടോ ഈ അയൺ ചെയ്യലെല്ലാം. ചില ദിവസം ഏട്ടൻ അയൺ ചെയ്യും, ചിലപ്പോൾ ഞാൻ അയൺ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഏട്ടൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കും കേട്ടോ മോനെ. അപ്പോൾ ദാ ഞാൻ വേഗം അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുമ്പോഴേക്കും പെട്ടെന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ട്രൗസർ അയൺ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, കാരണം അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അയൺ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഷർട്ട് അങ്ങനെയല്ലോ ചുക്കിച്ചുളുങ്ങിയിരിക്കുമല്ലോ, അപ്പോൾ അത് വേഗം അയൺ ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷത്തിലാട്ടോ ഞാൻ അവൻ്റെ കറിയൊക്കെ പാക്ക് ചെയ്തത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരമായി, പക്ഷേ കറിക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിലാണ് അതൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ആയിട്ട് അവനെ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഷൂ ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവന് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം. അവൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഷൂ ഇട്ടത് അമ്മ എന്നൊക്കെ പറയൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഏട്ടൻ അവന് വേഗം ഇതാ ഷൂ ഒക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് ഇതാ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, സിസ്റ്ററുടെ മോളെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ സ്കൂളെത്തി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. സ്ലോ മോഷനിലാണ് പോകുന്നത്. രണ്ടാൾക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പോകാൻ. പിന്നെ ഇങ്ങനെ രണ്ടുപേരും കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. ഞാൻ എന്താ അവരുടെ രണ്ടുപേരുടെയും ബാഗ് എടുത്തിട്ട് വേഗമായിട്ട് പിന്നാലെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. പോകുന്ന വഴിക്കാവൻ പറയുന്ന, അമ്മ പുറത്ത് പോയിട്ട് അച്ഛൻ്റെ കൂടെ വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാം കേട്ടോ എന്നൊക്കെ കേട്ടോ പറയുന്നത്. അവൻ്റെ വിചാരം ഞാനും ഏട്ടനും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇതിലോട്ട് ഞങ്ങൾ ഒന്നിച്ചാൽ പോകുന്നത് കേട്ടോ അവൻ്റെ വിചാരം. പക്ഷെ അവനറിയില്ലല്ലോ അവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വേഗം വീട്ടിലേക്കാണ് ഈ ഓടി പോകുന്നതെന്ന്. കാരണം എനിക്ക് വീട്ടിൽ പോയിട്ട് ഏട്ടനെ ഓഫീസിലേക്ക് വിടാനുണ്ട്. ഏട്ടന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കാനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കേബേജ് ഉപ്പേരി വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ട്. അതുപോലെ ഗ്യാസിൻ്റെ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ പണിയും കൊണ്ടാട്ടോ ഞാനിവിടെ അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവനൊന്നും അതൊന്നും അറിയില്ലല്ലോ. അവൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഒറ്റ ഓടിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിൽ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുമല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പം ഒരുപാട് സമയമായി തോന്നുന്നുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഞാൻ വേഗം ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യാമറയല്ല ഫോണാണെങ്കിലും ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനതാ എന്നെ കണ്ടപാടെ വേഗം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഗൗരവത്തിലായിരിക്കേ, കാരണം ഞാനിങ്ങനെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് ഇടയിൽ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അതൊന്നും കാര്യമൊക്കെ ഉണ്ടാട്ടോ. ഇടയിൽ ഗൗരവമൊക്കെ ഉണ്ടാകും. പക്ഷെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ. അത് മാത്രം ചിന്തിച്ചിട്ടാട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്കെന്തായാലും വീഡിയോസ് ഒന്നും എടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴാട്ടോ. കാരണം എൻ്റെ ടൈം നല്ലപോലെ വേസ്റ്റായി പോകുന്നുണ്ട്. ഇങ്ങനെ വേസ്റ്റായി പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെ കേട്ടോ ആ ഒരു സമയം വേസ്റ്റാക്കി കളയുന്നത്. അല്ലേ പിന്നെ ഞാൻ മിണ്ടാതെ വീടിനകത്ത് ഫോണും കുത്തി കുറേ നേരം TV നോക്കി ഉറക്കം ഓരോ മിനിറ്റുകളും ഞാൻ കഷ്ടപ്പെട്ട് തള്ളി നീക്കിയ നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പം വേഗം ഫോൺ എടുക്കും. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും, വീഡിയോസ് എടുക്കാണ്ടെങ്കിൽ വീഡിയോസ് എടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഓരോരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുമുണ്ട്. ഒരു എയിമും ഇല്ലാതെ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓരോ നിമിഷങ്ങളും തള്ളി നീക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത് ഞാൻ പുറത്താണ്, എനിക്ക് ഇങ്ങോട്ടും പോകാനോ ഒന്നും ചെയ്യാനോ ഒന്നുമില്ല. എൻ്റെ പരിശ്രമത്തിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ കാര്യം തന്നെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എന്നെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് സക്സസ് ആകുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. സക്സസ് ആയാലും ഇല്ലെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിടാതെ എപ്പോഴും വീഡിയോസ് ഇടുന്നത്. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വ്യൂസും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോസ് ഒന്നും കയറാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. മടുപ്പൊക്കെ തോന്നും, ഇനി വീഡിയോസ് ഒന്നും ഇടണ്ടെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്ക് വീണ്ടും ഫോൺ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ തോന്നും കേട്ടോ. ഒരു തവണ സക്സസ് ആയാൽ പിന്നെ നമുക്ക് ഒരിക്കലും പുറകോട്ട് നോക്കേണ്ടി വരില്ല കേട്ടോ. പിന്നെ നമ്മുടെ യാത്ര മുന്നോട്ട് മാത്രമായിരിക്കും. നമുക്ക് പിന്നെ എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകോട്ട് പോകണോ മുന്നോട്ട് പോകണോ എന്നറിയാതെ ഇങ്ങനെ പകുതിയിൽ നിൽക്കുവാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം ഞാനും സക്സസ് ആവുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പണ്ടൊക്കെ എനിക്ക് സൈക്ലിംഗ് ചെയ്യണം, സ്റ്റൈലായിട്ട് ഓടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഇരുന്നെങ്കിൽ ഞാൻ ഇപ്പം മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ എനിക്കൊരു സൈക്കിൾ വേണമെന്ന്. ഏട്ടൻ സൈക്കിൾ മേടിച്ച്
സന്തോഷം തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ സ്കൂട്ടി ഓടിക്കാനൊക്കെ പഠിച്ചു കേട്ടോ. ഇതൊക്കെ എനിക്കൊരു എന്താ പറയുക സന്തോഷം തന്നെയാണ്. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒരു കഴിവ് തന്നെയല്ലേ. ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പോസിറ്റീവായിട്ടും ചില സമയത്ത് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാട്ടോ ഞാൻ പെട്ടുപോകാറുള്ളത്. സ്വപ്നം കാണുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. നമ്മൾ കാരണം, നമ്മുടെ സ്വപ്നം കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടിലാവരുതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നമുക്ക് എന്തായാലും നിറവേറ്റാൻ പറ്റും കേട്ടോ. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം പ്രയത്നത്തിൽ നിറവേറ്റുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ് കാണിച്ചു തരുന്നത്. എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, ഓരോ ദിവസം എങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പോകുന്നതെന്ന് മാത്രം കേട്ടോ ഞാൻ വീഡിയോസിലൂടെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ യൂട്യൂബിനകത്തൂടെ ഷെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതും കൂടെ നിങ്ങൾ ചിന്തിച്ചാൽ കൊള്ളാം. കാരണം നമ്മൾക്ക് എന്താ പറയുക, യൂട്യൂബ് കാണുമ്പോൾ ഒരു വിചാരം ഉണ്ടാകുമല്ലോ. കാരണം അവരുടെ ലൈഫ് എന്താണോ അത് കറക്റ്റായിട്ട് മുഴുവനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് ഷെയർ ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷേ ആ ഒരു ചിന്ത എന്തായാലും വേണ്ട കേട്ടോ. ഞാൻ ഷെയർ ചെയ്യുന്നതെല്ലാം എൻ്റെ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് മുഴുവനായിട്ടും ഷെയർ ചെയ്യില്ല എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.